അതൂബു ഇലാ റസൂലിഹി എന്ന് പറഞ്ഞത്? അല്ല, ഭർത്താവിനോടാണെങ്കിൽ ഇലാ റസൂലിഹി എന്ന് എന്തിനാ പറയുന്നത്? അതൂബു ഇലൈക്കാന്ന് പറഞ്ഞാൽ പോരെ? ഇലാ റസൂലിഹി, അള്ളന്റെ പേര്, ഉമ്മന്റെ പേരല്ല. എന്നിട്ട് പറയണം എന്റെ പ്രസംഗത്തില് അദ്ദേഹം പറയണം, ആകെ യൂസുഫ് ഖാന്ന് വിളിച്ചതാ വലിയ പ്രശ്നം, ഞങ്ങൾ ഉമ്മന്റെ പേരെ വിളിക്കുള്ളൂ. വീട്ടിൽ ചെല്ലു പൊന്നു മനസ്സേ, സ്വകാര്യമായി വീട്ടിലെത്തിയിട്ട് പിതാവിനെ കാണുമ്പോ പിതാവിന്റെ പേര് അഹമ്മദാണ് എങ്കിൽ പതുക്കെ വിളിക്കാം, പിതാവേ പിതാവേ, ഞാനൊരു പ്രഭാഷണം കഴിഞ്ഞ് വരികയാണ്, അവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉമ്മ വിളിച്ച പേരെ ഞാൻ വിളിക്കും. നിങ്ങളുടെ ഉമ്മ അഹമ്മദ് എന്നല്ല വിളിച്ചത്, വേണമെങ്കിൽ കാക്ക എന്നാക്കാം. അഹമ്മദ് കാക്ക, പോയി വിളിക്ക്, പോയി വിളിക്ക്. ഉമ്മയുടെ പേരെ വിളിക്കൊള്ളൂ, ഉമ്മ എന്ന് പറയരുത്. ഉമ്മാക്ക് തന്റെ ഉമ്മയിട്ട പേര് ഉമ്മ എന്നല്ല, ഖദീജ എന്നേക്കാരം പറയാ. ഉമ്മാനോട് ചോദിക്കാം, ഖദീജ അഹമ്മദ് കാക്ക വന്നിക്കണോ? നല്ല രസം ഉണ്ടാവും. എന്താണ് അങ്ങനെ പറയുന്നത്? ഉമ്മയുടെ പേര് നമ്മൾ വിളിക്കൂ. രസമുണ്ടാവും. ഇത് കേൾക്കുമ്പോ മുജാഹിദ് സഹോദരന്മാർ ഒന്ന് ആലോചിക്കേണ്ട, അവനാന്റെ അകത്തേക്ക് പ്രസംഗം കഴിഞ്ഞിട്ട് കേൾക്കാൻ വേണ്ടി വന്ന സഹോദരന്മാർ ഇത് കേട്ടിട്ട് അമ്പരന്നിങ്ങനെ നിൽക്കുക. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഉമ്മാനെ എന്ത് വിളിക്കണം? ഉമ്മാന്റെ ഉമ്മാണ് ഏത് പേരാട്ട്? കുഞ്ഞിപ്പാത്തു. കുഞ്ഞിപ്പാത്തുവോ കുറച്ച് വെള്ളം എടുത്താ. വാപ്പാനങ്ങനെ കാണാൻ അങ്ങാടിന്ന് മുഹമ്മദ് വാ, അഹമ്മദ് എവിടെ പോണ്? പ്രസംഗിക്കാൻ പോയപ്പോ ഉമ്മാനോടും വാപ്പാനോടും യാത്ര പറയാം. ഖദീജോ പോയിട്ട് വരട്ടാ, അഹമ്മദേ പോയിട്ട് വരാ. അല്ലെങ്കിൽ സാഹിബ് എന്ന് കൂട്ടിക്ക്, അഹമ്മദ് സാഹിബ് പറഞ്ഞാ സാഹിബ് കൂട്ടി കൊടുക്കാം. സ്വന്തം പിതാവിന് ഉമ്മയിട്ട പേര്, സ്വന്തം മാതാവിന് ഉമ്മയിട്ട പേര് പോയിട്ട് വിളിക്ക്, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മയുടെ പേര് വിളിക്ക്, പ്രസംഗിക്ക്. വേണേ കാക്ക കൂട്ടിക്കോ. മക്കയിലെ മയമാക്ക പറഞ്ഞിട്ടുണ്ട് എന്ന് വിശദീകരിക്കാൻ താങ്കൾ റെഡിയാണോ? അബദ്ധം പറയുമ്പോ ഒരു പരിധി വേണം. അള്ളാഹുവിന്റെ ആളുകളോട് കളിക്കുമ്പോ വായയിൽ നിന്ന് വരുന്നത് ഭീമാബദ്ധങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ആസ്വദിച്ചു പോകുമെന്നതിന്റെ നിദർശനമാണ് കഴിഞ്ഞ പ്രാവശ്യം അനസ് മൗലവി നൽകിയ തന്റെ പ്രഭാഷണത്തിലെ സന്ദേശമെന്ന് എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സക്കരിയ പോയ വഴിക്ക് അത് പുറത്താക്കാൻ സമയമായിട്ടുണ്ടാവും. സക്കരിയാനൊക്കെ പുറത്താക്കി പോകാൻ CP സലീമും ഹുസൈൻ സലഫിയൊക്കെ. ഇതിനെ പുറത്താക്കിയാലും മതിയാവില്ല, പുറത്തേക്ക് തള്ളേണ്ടി വരും. അത്രമേൽ ഭീകരത. ഇങ്ങോട്ട് പോകാന്റെ യോഗ്യത അപ്പത് എന്ത്? വാപ്പാനെ ഉമ്മന്റെ പേര് വിളിക്കുക, ഉമ്മാനെ ഉമ്മാന്റെ ഉമ്മന്റെ പേര് വിളിക്കുക. എന്നിട്ട് ഇങ്ങനെ പെരയിൽ നല്ല രസം ഉണ്ടാവും. ആ വിളിയാളൊന്നും ഇങ്ങനെ സങ്കല്പിച്ചു നോക്കാണ്. ഒരു തലക്കണ്ണ മൂത്ത മകന് മുഹമ്മദ് ഒരു ചായ എടുക്ക്. അപ്പൊ ചെറിയ മോന് ഖദീജുട്ടിയേ കുറച്ച് ഭക്ഷണം തരൂ. അനസ് മൗലവിയുടെ കുട്ടിയാക്ക് മൂപ്പര പ്രസംഗം ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുക, അതിന്റെ ഒരു കാസറ്റ്. അപ്പോ പ്രസംഗത്തിന് പോകാൻ വേണ്ടി കുട്ടികളോടൊക്കെ കൈ കൊടുത്ത് ഒരു സലാമൊക്കെ പറഞ്ഞിട്ട് പോയി വരട്ടെ മകനെ എന്ന് പറയും. മകനെന്ന് വിളിക്കരുത്. എന്താ മകന്റെ പേര് എങ്കിൽ അബ്ദുറഹ്മാനാണെങ്കിൽ അബ്ദുറഹ്മാനെ പോയി വരട്ടെ. അനസ് നീ എങ്ങോട്ടാ പോകുന്നത്? അല്ലേ, എങ്ങോട്ട് പോകുന്നു? അനസപ്പ തിരിച്ചു വരും. മകൻ ഇങ്ങനെ ചോദിക്കണം. അപ്പൊ മനസ്സിലാവും, ഓ അത് കുറച്ച് കൂടിയില്ലേ, അപകടല്ലേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉമ്മട്ടെ റസൂലുള്ളാഹി സല്ലല്ലാഹു എന്ന് പറയരുത്. മക്കത്തെ മൈമാക്ക എന്നൊക്കെ, അല്ലെങ്കിൽ മുഹമ്മദ് സാഹിബ് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ വന്നിട്ട് വിശദീകരിക്കുക എന്ന് വിളിക്ക്.
എന്തുമാത്രം ഭീകരത! എന്താപ്പോ ഈ അനസ് മൗലവിയുടെ യോഗ്യത ആലോചിച്ച് നോക്കാണ്. ഇവിടെ യോഗ്യത അല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സാമാന്യ ജനങ്ങളും ബോധ്യപ്പെടുന്ന ഭീമാബദ്ധം പറഞ്ഞു. ഇത് പറഞ്ഞിട്ടാ പോകുന്നത്. ഇനി പറയാം ലഭിക്കില്ല എന്ന് കണ്ടപ്പോ വീണ്ടും ഒരു ചെറിയ ക്ലൂസ് ഇട്ട് പോയേക്ക. എന്താ? ഇവർക്ക് യോഗ്യത അല്ല. അത് പറഞ്ഞപ്പോഴേക്കും കഴിഞ്ഞു കഥ. നിന്റെ യോഗ്യതയുടെ നീണ്ട ലിസ്റ്റ് നീ ഒന്ന് ഒഴിഞ്ഞിരുന്ന് നിന്റെ പ്രസംഗം കേൾക്ക്. ആരെയൊക്കെയാണ് ഉമ്മയിട്ട പേര് വിളിക്കേണ്ടത്? ഉമ്മ വിളിച്ച പേര് ആരെയെല്ലാം വിളിക്കണം? സ്വന്തം പിതാവിനെ, സ്വന്തം മാതാവിനെ, അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അങ്ങനെ സർവ്വ ആളുകളെ. അബ്ദുറഹ്മാൻ സലഫിനെ കാണുമ്പോ നിങ്ങൾ നേതാവാണല്ലോ അബ്ദുറഹ്മാൻ, എന്താ അങ്ങനെ വിളിക്കണപ്പോ? കുറച്ച് ഞാനങ്ങനെ ആലുവയിൽ പോയി പ്രസംഗിച്ചപ്പോ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അല്ലേ? എല്ലാവരും അങ്ങനെ വിളിക്ക്. ഉസ്താദുമാരൊക്കെ കാണുമ്പോ ഉസ്താദ് വേണ്ട, അബൂബക്കർ എന്തൊക്കെ സുഖല്ലേ, ഇപ്പൊ പഠിപ്പിക്കണമൊക്കെ അല്ലേ, ഭയവൃത്തന്നല്ലേ, അബ്ദുറസാഖ്, നല്ല രസമുണ്ടാവും. സലഫി, മൗലവി ഒന്നും വേണ്ട. അബ്ദുറഹ്മാൻ സലഫിനെ കാണുമ്പോ അബ്ദുറഹ്മാനെ മറ്റ പേരെ ഞാൻ വിളിക്കും. പറയുന്നേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി നേർക്കുനേരെ തൗബ ചെയ്യുന്നു. അത് പറഞ്ഞപ്പോ വിശദീകരിക്കാൻ കഴിയാതെ പിന്നെ അതൊരു കളിയാക്കി മാറ്റുക അല്ലേ? പരാജയപ്പെട്ടു. ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയിൽ വഹാബി പ്രസ്ഥാനം ആകെ തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവാ ആയത്ത്, കൊണ്ടുവാ ഹദീസ്, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകെ. അല്ലാതെ അപകടം വിളിച്ചു പറയുകയോ ഇങ്ങനെയാകാവോ? ഖുർആൻ തിരുസുന്നത്ത് പറഞ്ഞപ്പോ പിന്നെ പൂർണ്ണമായി വായിച്ചില്ല. പൂർണ്ണമായി വായിച്ചു. ഖിയാമത്ത് നാളിൽ ശിക്ഷ ലഭിക്കാൻ യോഗ്യമായ ഒരു പ്രവർത്തനത്തെക്കുറിച്ചുള്ള തൗബയാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീവി നടത്തിയത്. ആലോചിച്ചു നോക്കൂ. കുറെ കാലായല്ലോ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. എത്ര മൗലിദിന്റെ വരി! എന്തേ മൗലിദ് ഒഴിവാക്കിയോ? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന മുർസൽമാല മുതൽ സബീനയിലുള്ള മൗലിദ് കിതാബിലുള്ള സർവമാലയും സർവ മൗലൂദും ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്താൻ ഖുതുബുസ്സമാന്റെ മുരീദുമാർ സർവാത്മന തയ്യാറാണ് എന്ന് പറഞ്ഞു. എന്തേ മാലയത്തെ വരിയൊന്നും പല്ലേ? മാലയത്തെ വരിയൊക്കെ എന്തായി മാറ്റിവെച്ചു. 2 വരിട്ടിട്ട് ആയത്തും ഹദീസും തന്നപ്പോഴേക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലേക്കും നബവി റളിയല്ലാഹു അൻഹുവിലേക്കും മാറിയില്ലേ? മാറുങ്ങളെ, നന്നായി മാറും അല്ലേ? ഖുർആനും സുന്നത്തും പ്രമാണമാക്കിയുള്ള പരിശോധനയിൽ പുരോഹിത മതം സൃഷ്ടിച്ചെടുത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും കടപുഴകുകയായിരുന്നു എന്നാണ് നിങ്ങൾ എഴുതി വെച്ചത്. കടപുഴകുകയായിരുന്നു. ഇപ്പൊ എന്താ കടപുഴകിയത്? ഖുർആനും സുന്നത്തും കടപുഴകിയോ? മാലി മൗലൂദും കടപുഴകിയോ? അതോ വഹാബിസവും അനസ് മൗലവിയുമാണോ കടപുഴകിയത്? എന്തേ വിശദീകരിക്കാനല്ലേ? മാലയിലുണ്ടല്ലോ, എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവേലെന്നോവർ. ഓവറായിട്ടുണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്ക്. എത്രോടത്ത് പറഞ്ഞു? വന്നിട്ട് വിശദീകരിക്കാൻ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിയില്ല.
കഴിയില്ല. ഇതിവിടെ നിന്നോട് മാത്രം പറയുന്നതല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വഹാബി പ്രസ്ഥാനത്തിലെ നെടുനായകത്വം വഹിക്കുന്ന നേതൃനിരയിലുള്ള ആളുകളോട് നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലമായി. എന്താ പ്രതികരിക്കാൻ കഴിയാത്ത? പ്രതികരിക്കാൻ തയ്യാറാണ്ട് തുടങ്ങും. ഒരു പ്രസംഗം നടക്കും, രണ്ടാമത്തെ പ്രസംഗത്തിന് ഞങ്ങൾ വിശദീകരിക്കും, മൂന്നാമത് പറയും ഇവർക്ക് യോഗ്യതയില്ല. ആ വാക്കുമാണ് മലയാളത്തിലില്ല. നിങ്ങളെ കഥെടുക്കാണ്ടോ? ഒരു യോഗ്യത എന്നുള്ളൊരു പദം കിട്ടിയിട്ടില്ലേ? നിങ്ങളെ കഥ എന്താ? വിഷ്ടം മുജാഹിദുകാർ രംഗത്ത് വന്നില്ലേ? കാഞ്ഞങ്ങാട് വെച്ച് വിഷ്ടം മുജാഹിദുകൾ രംഗത്ത് വന്നപ്പോ അവിടെ വെച്ച് ഞങ്ങൾ പിടികൂടി. എന്താ നിങ്ങൾ എഴുതിയത്? മുജാഹിദ് വിഭാഗത്തിലെ വിഷ്ടം മുജാഹിദ് അനസ് മൗലവിയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന, ഇപ്പോഴും മുജാഹിദായി തുടരുന്ന CP സലീമും ഹുസൈൻ സലഫിയുമൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രോഫ്കോൺ കോൺഫറൻസ് എന്ന പേരിൽ കാസർഗോഡ് വെച്ച് നടത്തുന്ന സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി പുറത്തുവിട്ട നോട്ടീസിൽ പച്ചയായി എഴുതി, ആരാധന അള്ളാഹുവിന് മാത്രമെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആദർശം അല്ല. അനസ് മൗലവി വേണമെങ്കിൽ ഇതിന്റെ കോപ്പി വാങ്ങിയിട്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് വസൂലാക്കിക്കോ, ഓലെ ഏറ്റുമുട്ടുമ്പോ കൊടുക്കാം, നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവും, കുറച്ച് നീ ഏറ്റെടുക്കുമല്ലോ. എന്താ എഴുതിയത്? വിഷ്ണ മുജാഹിദ്, നീ കഷ്ട മുജാഹിദ് എന്ന് പറഞ്ഞ വിഭാഗം എഴുതിയത് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വാദം അല്ല. അള്ളാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറയല് മുസ്ലിങ്ങളുടെ ഇസ്ലാമിന്റെ വാദമെല്ലാം പച്ചയായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ജീലാനി ഷരീഫിൽ അനസ് ജീലാനിയെ ചെന്ന് കണ്ടാൽ അദ്ദേഹത്തിന്റെ അടുക്ക ഉണ്ടാവും. ഒരു കോപ്പി വാങ്ങിയിട്ട് അനസ് മൗലവിക്ക് കൊടുത്താൽ വിഷ്ണ മുജാഹിദിനായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ചെറിയൊരു ആശ്വാസം കിട്ടും. ഇതാണ് വെച്ചു കൊടുത്താൽ മതി. നിങ്ങൾ ഇവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് ചെറിയൊരു ക്ലാസ് നമ്മൾക്ക് എനിക്ക് ഉപകാരപ്പെടട്ടെ. കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. നീ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, അവരുടെ പാഠപുസ്തകം അനസ് മൗലവി പ്രഭാഷണം നടത്തുന്നത് ഏതൊരു വിഭാഗത്തിന് വേണ്ടിയാണോ അവരുടെ മദ്രസകളിൽ വിതരണം ചെയ്യുന്ന പാഠപുസ്തകത്തിലെ ഭാഗമാണിത്. പാഠം 12 അവസാനത്തെ നബി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഈ പുസ്തകത്തിൽ അതിന്റെ 32ാമത് പേജിൽ സാധാരണക്കാരായ മുജാഹിദ് സഹോദരന്മാർ ഒന്ന് പോയി പരിശോധിക്കുക. പാഠം 12 അവസാനത്തെ നബി, പേജ് നമ്പർ 32, ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന പുസ്തകമാണ്. അതേ പേരുള്ള പുസ്തകമാണ് 3ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയതാണ്. ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്നതാണ്. പാഠം 12ആണ്. ഹെഡിങ് അവസാനത്തെ നബിയാണ്. പേജ് 32ആണ്. എന്താ പറഞ്ഞത്? ഈ ലോകത്ത് നമുക്ക് നന്മ ലഭിക്കണം, പരലോകത്തും നന്മ ലഭിക്കണം. അതിനുവേണ്ടി നാം ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾ നമ്മെ പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. ആ കർമ്മങ്ങൾ ഒന്നൊഴിയാതെ അദ്ദേഹം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കർമ്മങ്ങൾ ഒന്നൊഴിയാതെ, അടിവരട്ട് മനസ്സിലാക്കണം, ഒന്നൊഴിയാതെ അദ്ദേഹം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. കൽപ്പിച്ചൊക്കെ മാത്രമല്ല, ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്. അതിനാൽ അദ്ദേഹം മാതൃക കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യവും പുണ്യകർമ്മമായി നമുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൽപ്പന ധിക്കരിക്കലാണ്. ഈ കാര്യം നാം എപ്പോഴും ഓർമ്മിക്കണം. 1. 2. ഇസ്ലാമിക വിശ്വാസങ്ങൾ 4ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പുസ്തകത്തിൽ 18ാം പേജിൽ വളരെ വ്യക്തമായി പറയും, സുന്നത്തിന്റെ വിപരീതമാണ് ബിദ്അത്ത്, അഥവാ മതത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടത്.
നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ട പുണ്യകർമ്മങ്ങൾ ഇന്നതെല്ലാമാണെന്നും ഇന്ന വിധത്തിലാണെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ ഇന്നതുകൂടി പുണ്യമാണെന്ന് പറയുവാൻ മനുഷ്യർക്കാർക്കും അധികാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റൊരാൾക്കും അധികാരമില്ല ഇന്നതും കൂടെ പുണ്യകർമ്മമാണെന്ന് പറയാൻ. ഇത് അടിവരയിട്ട് മനസ്സിലാക്കണം. അനസ് മൗലവിക്ക് പ്രത്യേകം ഉത്തരവാദിത്തമുള്ളതാണ്. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ മദ്രസകളിൽ വിതരണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ നോട്ടീസ് അല്ലത്, നിങ്ങളുടെ ഗ്രൂപ്പിന്റെ വാൾ പോസ്റ്റ് അല്ലത്, നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഏതെങ്കിലും എതിർച്ചയാ പുറത്തുവിട്ട ഒരു ലഘുലേഖയല്ലത്. പാഠ്യ വിഷയമായി ക്ലാസുകളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കി വിതരണം ചെയ്യുന്ന പാഠപുസ്തകത്തിലുള്ളതാണ്. എന്നിട്ട് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ബിദ്അത്ത് ഖിയാം റമളാൻ മാസത്തിൽ തറാവീഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഖിയാം റമളാൻ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു. ഹദീസിൽ എന്താ വന്നത്? പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തെ അനാവരണം ചെയ്തുകൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഖിയാം റമളാനിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും മറ്റുമൊക്കെ അല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫതൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അംറു അലാ ദാലിക് ثم كان الامر على ذلك خلافه ابي بكر وصدرا من خلافه عمر بن الخطاب رضي الله عنه. ഖിയാം റമളാൻ മാസത്തിലെ തറാവീഹ് നിസ്കാരമെന്ന് സുന്നികൾ പരിചയപ്പെടുത്തുന്ന ഖിയാം റമളാൻ, അതേക്കുറിച്ചുള്ള ചർച്ചയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെക്കുറിച്ച് പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ ജമഅതു ഹാഉലാഇ അലാ ഖാരിഇൻ വാഹിദിൻ ലകാന അംസല ثم عزم بجمعهم على ابي بن كعب رضي الله عنه ثم خرجت معه ليلة أخرى والناس يصلون بصلاة قارئهم قال عمر نعم البدعة هذه. ഖിയാം റമളാനിനെ കുറിച്ച്, റമളാൻ മാസത്തിലെ ഖിയാം റമളാനിനെ കുറിച്ച്, തറാവീഹ് നിസ്കാരത്തെ കുറിച്ച്, നിഅമൽ ബിദ്അത്തു ഹാദിഹി, ഇത് നല്ല ബിദ്അത്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇത് പറഞ്ഞപ്പോ അതിന് മറുപടി പറയാൻ ആര്? അനസ് മൗലവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് 3 ദിവസം അങ്ങനെ നിർവഹിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫർളാക്കും എന്ന് കരുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പേടിച്ചിട്ട് മാറ്റിവെച്ചു. പിന്നെ ആ പേടി മാറിയത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. ആ പേടി മാറിയത്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു എന്തുകൊണ്ട് ചെയ്തില്ല? സിദ്ദീഖ് റളിയല്ലാഹു ഭയങ്കര ബേജാണ്, വല്ലാത്ത പേടി. അല്ലാഹ് അതെങ്ങാനും ചെയ്തു പോയാലേ, ഫർളാക്കിയാലോ, വഹിയെങ്ങാനും ഇറങ്ങി വന്നിട്ട് ഫർളാക്കിയാലോ എന്ന് കരുതിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 2.5 വർഷക്കാലത്തെ ഭരണകാലത്ത് ഖിയാം റമളാൻ നിർവഹിച്ചില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നിർവഹിച്ചില്ല. അതുപോലെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലത്ത് നിർവഹിച്ചില്ല. ഒരു 2 വർഷം കൂട്ട 10 വർഷത്തോളം ഭരണം നടത്തിയല്ലോ. ഒരു 2 വർഷം ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചിങ്ങനെ ഇരുന്നു, അഥവാ ഫർളാക്കിയാലോ എന്ന് കരുതിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, ഇനി സഹാബികളെ ഒന്ന് വരൂ, ഇനി ഇത് ഫർളാക്കാൻ യാതൊരു സാധ്യതയില്ല, പേടിയില്ല കേട്ടോ, എനിക്ക് യാതൊരു പേടിയില്ല. ഇനി മുതൽ നമുക്ക് ഒരു കാര്യത്തിന്റെ നേതൃത്വത്തിലായി നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു രംഗത്ത് വന്ന് പേടില്ലാതെ. ഭയങ്കര ധൈര്യശാലിയാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോ ചിലപ്പോ ഫർളാക്കിയാൽ എപ്പോഴും പോയിട്ടല്ലേ ഉള്ളൂ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം പതുക്കെ വന്നിട്ട് ഫർള് ഇങ്ങനെ കുത്തിപ്പോയല്ലോ. അപ്പൊ നിങ്ങളെ പാഠപുസ്തകത്തിൽ എന്താ കൂട്ടരങ്ങളെ എഴുതി വെച്ച് ഒന്നൊഴിയാതെ
പ്രവാചകന്റെ കാലത്ത് തന്നെ. പിന്നെ പേടിച്ചിരിക്കണോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അങ്ങോട്ട് കുടുങ്ങി. ഇത് പറഞ്ഞിട്ട് വിശദീകരിച്ചപ്പോ യോഗ്യനല്ലാന്നാ പറഞ്ഞ് തടിയെടുക്കാൻ നോക്കുന്നു. ചീത്ത പറയും. ഇതിന് ചീത്ത എന്നാ പറയാ. വെഡിത്തം പറയുമ്പോ അരുത് മോനെ ചെയ്തു പോകരുത് എന്ന് പറയുന്നത് ചീത്ത. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഒരു വലിയൊരു പ്രഭാഷകനാണ് എന്ന് പറഞ്ഞ് നാട് മുഴുവൻ കൊണ്ടിറക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സക്കരിയന്റെ ഈ പൊട്ടത്തരം വരാൻ സാധ്യത കുറവാണ്. സക്കരിയ സ്വലാഹി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും, അത് പറയണ്ട. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് പേടി മാറിയിട്ടില്ല എന്ന് ഒരു തിരിച്ചു ചോദിച്ചാൽ എന്താ പറയാ? അങ്ങനെ ഒന്ന് ചോദിക്കാൻ ഒപ്പം ആളില്ല ഈ കുട്ടിന്റെ ഒപ്പേ. പാവം പവിഴം എന്ത് പറയാനാ? സിദ്ദീഖ് റളിയല്ലാഹു പേടിച്ചു നിന്നോ? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ആദ്യ ഭരണകാലത്തിൽ പേടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോ പേടിയാണ് പോയി. ആ പേടി പോയ ഊക്കിൽ തുടങ്ങിയതാണിത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വന്ന് വിശദീകരിക്കും. അല്ലെങ്കിൽ വന്ന് പറയാം, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് തുടങ്ങിയ ഒരു പേടി തീരണമെങ്കിൽ 5 കൊല്ലം കഴിയണം, അല്ല 3.5 കൊല്ലം കഴിഞ്ഞാലാണ് പേടി തീരുക. അല്ലെങ്കിൽ അടിയിലൊരു ഖലീഫ വന്നിട്ട് 2ാം ഖലീഫ വരുമ്പോഴാണ് പേടി. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വെച്ച് ഒന്നിനെ വിശദീകരിച്ചതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു നിന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ പേടി തന്നെ. ഉമർ റളിയല്ലാഹുവിന്റെ ആദ്യകാലത്ത് കുറച്ച് പേടി, പിന്നെ പേടിന് മാറി. എത്ര വർഷമാണ് ഒരു പേടിന്റെ കണക്ക്, കാലയളവ്? പേടി മാറണമെങ്കിൽ എത്ര മാസം, എത്ര വർഷം, എത്ര മണിക്കൂർ? ഒന്ന് വന്നിട്ട് വിശദീകരിച്ചോട്ടെ. വിശദീകരിക്കണ്ടേ? എന്നിട്ട് പറയാണ് നിഅമൽ ബിദഅത്തു ഹാദിഹി അല്ലേ? ഞങ്ങൾ ഖുർആനും സുന്നത്തും പറയാം. എന്നിട്ട് ഇപ്പം പറയാം നമ്മൾ വന്നിട്ട് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ പറയാൻ കാരണം മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ എഴുതി, അങ്ങനെ പ്രചരിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ വിശദീകരണം നൽകുന്നത്. പക്ഷേ അവരെന്ത് ചെയ്തു? നാം ഖുർആനും സുന്നത്തും ഓതി പറഞ്ഞപ്പോ ഇവർ പറയാണ് ഈ നിഅമൽ ബിദഅത്തു ഹാദിഹി എന്ന് പറഞ്ഞ ബിദഅത്ത് ലുഗവിയായ ബിദഅത്താണ്, ഇസ്തിലാഹിയായ ബിദഅത്തല്ല. ലുഗവിയും ഇസ്തിലാഹിയും ഇവർക്കറിയില്ല. അതേർക്കേടില്ലല്ലോ. ഖുർആനും സുന്നത്തും പറഞ്ഞു കൊടുക്കുമ്പോ പറയാ ലുഗവിയാണ്, ഇസ്തിലാഹിയാണ്. അത് ഇവർക്കറിയില്ല, അത് ഞങ്ങൾക്ക് അറിയണ്ട. അതുകൊണ്ട് ഖുർആനല്ല ഹദീസല്ല എന്ന് കിട്ടിയോ? ഖുർആനും സുന്നത്തും അല്ലേ പ്രമാണം. ഇത് ലുഗവിയാണ് എന്ന് അറിയട്ടെ അറിയാതിരിക്കട്ടെ, ഇസ്തിലാഹിയാണ് എന്ന് അറിയട്ടെ അറിയാതിരിക്കട്ടെ, ആ കാര്യം അഭിവന്യനും വലിയ പണ്ഡിതനുമായ അനസ് മൗലവി താങ്കൾക്ക് മാത്രമേ അറിയൂ എന്ന് നമുക്കത് പ്രഖ്യാപിക്കാം. നമ്മളെ പ്രമാണം ലുഗവിയും ഇസ്തിലാഹിയും അല്ലല്ലോ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ആ ഹദീസിൽ ഇത് ലുഗവിയാണ്, ഇസ്തിലാഹിയല്ല എന്ന് പറഞ്ഞു. അല്ലേ പടച്ചോൻ പറഞ്ഞു ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ അത് ലുഗവിയാണ്, ഇസ്തിലാഹിയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഖുർആനും സുന്നത്തും വെച്ചുള്ള പരിശോധനയിൽ പുരോഹിത മതം സൃഷ്ടിച്ചെടുത്ത ആചാരങ്ങളും വിശ്വാസങ്ങളും കടപുഴകി വീണു എന്നാ പറഞ്ഞു. കടപുഴകി വീണു. വഹാബികളുടെ മതമാണ് യഥാർത്ഥത്തിൽ കടപുഴകി വീണുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമല്ല, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തല്ല, പരിശുദ്ധ നബി പഠിപ്പിച്ചതല്ല, അള്ളാഹു പഠിപ്പിച്ചതല്ല. കടുത്ത ഇബ്ലീസിയൻ സിദ്ധാന്തമാണ്, ഇബ്ലീസിന്റെ പിണിയാളുകളാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിന് ചീത്താന്ന് പറയണ്ട. ഇതിന് ചീത്തണ്ടോ? ഇബ്ലീസിയൻ സിദ്ധാന്തമാണ്. അല്ലെങ്കിൽ പറ
ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം തിരുസുന്നത്തിതാ എന്ന് പറഞ്ഞ് തെളിവ് നൽകുമ്പോ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയോ? അങ്ങനെ ഒളിച്ചോടാവോ? അറിയില്ലെങ്കിൽ പ്രവർത്തകരോട് പറയാ, വേദി കെട്ടണ്ട, എത്ര കാശ് തന്നാലും എനിക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയണം. എന്തെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോഴേക്ക് ഓടി വന്നു കാണാൻ പ്രഭാഷണം നടത്തി രക്ഷപ്പെടല. ഇപ്പൊരു മാന്യത കാട്ടിന് ഇവർക്ക് യോഗ്യതയില്ല. പൊന്നു ഹബീബുമാരെ, ഞാൻ വരില്ല എന്നാ അതിന്റെ അർത്ഥം. ചില ഭാഷകളുണ്ടല്ലോ, വ്യംഗ്യന്തരേണ സൂചിപ്പിക്കപ്പെടുന്ന കുറെ ഭാഷകൾ. ഇവർക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് യോഗ്യതയില്ലാത്തവരുമായി ഞാൻ സംസാരത്തിനില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരണ്ട, ഖുർആനും സുന്നത്തും വിട്ട് മങ്കൂസ് മൗലൂദിലെത്തും. നീ വന്നോട്ടെ, എങ്ങനെയെങ്കിലും ഒന്ന് വരട്ടെ. എന്നാ അടുത്തേല് ഇമാം നവവിയും വിട്ട് ഷാഫിയും വിട്ട് അവസാനം കുത്തുബുസ്സമാൻ പറഞ്ഞിട്ട് അതുപോലെ സ്റ്റഡി സെന്ററിന്റെ രേഖയിലുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ വരും. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. ഖുർആനും സുന്നത്തും വിട്ട് മദ്ഹബിന്റെ പണ്ഡിതന്മാർ അല്ലേ, അല്ലെങ്കിൽ സുന്നത്തമായത്തിന്റെ പണ്ഡിതന്മാർ അവരിലേക്ക് മാറാൻ. മൗലിദും മാലയും ഒക്കെ നാം പണ്ഡിതന്മാർ ഇഷ്ടം പോലെ ആളുകൾ ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എടുത്താ പോരെ? കഴിഞ്ഞില്ല പ്രശ്നം. വെടായി പൊട്ടിക്കുകയാണ്. ഖുർആനും സുന്നത്തും നിങ്ങളെത്തില്ല കൂട്ടരെ. അതൊക്കെ ഇങ്ങനെ ആളുകളോട് പറയാം. ഖുർആന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ മതത്തെ പരിചയപ്പെടുത്തുന്നവരാണ് വഹാബികൾ എന്ന് നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാം. പക്ഷേ നേർക്കുനേരെ ആശയപരമായ സമരത്തിന്റെ മുഖത്ത് വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവേദനത്തിൽ നിങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തരിപ്പണാകും, ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ. പിന്നെന്താ പറഞ്ഞത്? രണ്ടാമത്തത്. ഒന്നാമത്തത് ഖിയാമ റമദാൻ പറഞ്ഞു, നിഅമൽ ബിദഅത്തു ഹാദിഹി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അനസ് മൗലവി പറയാം, അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബിദ്അത്ത് ലുഗവിയാണ്. അല്ലാഹു റസൂലൊക്കെ പോയോ? തിരുസുന്നത്തും ഖുർആനും വിട്ടോ? പണ്ഡിതന്മാർ ലുഗവിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ലുഗവിയും ഇസ്തിലാഹിയും തിരിഞ്ഞിട്ടില്ല. അത് തിരിയണമെന്നാണോ ആദ്യത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞത്? അത് മനസ്സിലാക്കി വരണമെന്നാണോ നിങ്ങളുടെ പ്രമാണ വിശദീകരണത്തിലുള്ളത്? അല്ലല്ലോ. എന്നിട്ട് പറയണം അതിന് തെളിവ്. ബദീഉ സമാവാതി വൽ അർളി എന്ന് ഖുർആനിലുണ്ട്. റമളാനിലെ ഖിയാമു റമളാൻ, റമളാൻ മാസത്തിലെ തറാവീഹ് എന്ന് സുന്നികൾ പറയുന്ന ആ നിസ്കാരം ഉണ്ടല്ലോ, അത് ബിദ്അത്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്ത് നിർവഹിക്കാമെന്നല്ലേ അതുവഴി കിട്ടിയത്? നിങ്ങളുടെ മസ്ജിദുകളിലൊക്കെ അതുണ്ടല്ലോ, അതുവഴി ബിദ്അത്തല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ബിദ്അത്ത് ഈ അനുഷ്ഠാനത്തിൽ, ആചാരത്തിൽ, ആരാധനയിൽ ആകാവോ എന്ന് നാം വിശുദ്ധ സുന്നത്ത് വെച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. അതിനിപ്പം വന്നിട്ടൊരു തെളിവ് ലുഗവി ഇസ്തിലാഹിയും പറഞ്ഞിട്ട് പറയാണ് ബദീഉ സമാവാതി വൽ അർള്, ആകാശഭൂമി ഉണ്ടാക്കിയത് പടച്ചോനാണ്. ഖിയാമു റമളാൻ, റമളാൻ മാസത്തിൽ ഖിയാമു റമളാൻ തറാവീഹ് ഒരു ഇമാമിന്റെ നേതൃത്വത്തിലായി ജമാഅത്തായി നിർവഹിച്ചതിനെ കുറിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബിദ്അത്താണ് എന്ന് പറഞ്ഞു. അത് ശരിയല്ല അനസ് മൗലവി, അത് ബിദ്അത്തല്ല, ലുഗവിയാണ്. എന്നിട്ട് പറയാണ് ഇത് ശരിയല്ലാതെ ഓനെ തെളിവ് ആയത്തോതി. ആകാശഭൂമിയെ ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. അതുകൊണ്ട് എന്ത് കിട്ടി? ഖിയാമു റമളാൻ, റമളാൻ മാസത്തിലെ തറാവീഹ് ബിദ്അത്തല്ല. ഇങ്ങനെ പോയി മനസ്സിലാക്കിയല്ലേ. റമളാൻ മാസത്തിലെ തറാവീഹ് നിസ്കാരം, ഖിയാമു റമളാൻ, അത് ബിദ്അത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി അല്ലെങ്കിൽ നിഅമൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞു. തിരുസുന്നത്തിലുള്ളതാണ്. അങ്ങനെ പറയാവോ? അങ്ങനെ ആരാധനയിൽ ഒരു ബിദ്അത്ത് ഉണ്ടാക്കാവോ? ആരാധനയിൽ അത്തരം ബിദ്അത്ത് ഉണ്ടാക്കാമെന്ന് തിരുസുന്നത്തിലുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ മൗലൂദും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തിന് ആക്ഷേപിക്കണം?
എന്ന് ചോദിച്ചപ്പോ അത് ബിദ്അത്തല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ബദിഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമി ഉണ്ടാക്കിയ പടച്ചവനാണ്. അപ്പൊ മനസ്സിലായില്ലേ? തിരിഞ്ഞല്ലോ. ഇങ്ങോട്ട് ഓനായതിനൊരു വിശദീകരണം. ഖിയാമു റമളാൻ ബദിഉസ് സമാവാതി വൽ അർള്, റമളാൻ മാസത്തിൽ തറാവീഹ് നിസ്കാരം ഖിയാമു റമളാൻ ബിദ്അത്ത് അല്ല. ആ ആയത്തിൽ നിന്ന് കിട്ടി. ആകാശഭൂമി ഉണ്ടാക്കിയത് കാരണം ഭൂമിയിലാണല്ലോ ഈ പള്ളി ഉള്ളത്, ആ പള്ളിയിലാണല്ലോ ഈ തറാവീഹ് ഖിയാമു റമളാൻ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോ അത് ബിദ്അത്തല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പൊന്നാര സ്നേഹമുള്ള അനസ് മൗലവി അവറുകളെ, നിങ്ങൾ കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിച്ച്, വേണ്ട ആദ്രഹ്മാൻ സലഫിന്റെ അടുത്തൊന്ന് പോയാൽ മതി. അയാൾക്ക് ഇതൊക്കെ മനസ്സിലാകാൻ സാധ്യത ഉണ്ട്. കൂടുതൽ നേരെ ഏറ്റുമുട്ടിയിട്ടില്ല. ഒന്ന് പോയി ചോദിച്ചൂടെ, ഇതാണ് പറഞ്ഞാലോ? അതോ ഇനി അയാളും പറഞ്ഞത് തിരക്കിനിടയിൽ അല്പസമയം നിങ്ങൾ ചെലവഴിച്ചപ്പോ ബദിഉസ് സമാവാത്താണ്ട് വിട്ടുവിട് എന്ന് പറഞ്ഞതാണോ? അപകടമല്ലത്. ഇത് കേട്ടിട്ട് മുജാഹിദ് സഹോദരന്മാരായി കേട്ടിങ്ങനെ കുത്തിരിക്കുക. തെളിവായിട്ട് ആയത്തന്നെ കിട്ടി നമുക്ക്. കള്ളുടെയും കടലെന്ന മാതിരി അതിന് ചീറ്റയാണെന്ന് പറയരുത്. ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കള്ളുടെയും കടലെന്നുമ്പോ ഒരാൾ കടല വാങ്ങിയിട്ടൊരു കള്ളു കുടിക്കുന്ന ഒരാളിങ്ങനെ മൂപ്പര് കടല അങ്ങനെ കുടിച്ച് ആടി വരിക. കടല ഇങ്ങനെ ഇടുമ്പോ മൂപ്പര തല കെട്ടിന് പോകും. അപ്പൊ കടല അപ്പുറത്ത് പോകും. പിന്നെ അടുത്ത് നിന്ന് അപ്പുറത്ത് കേൾക്കും കരുതി ഇങ്ങോട്ട് ഇട്ട് നോക്കുമ്പോ അപ്പുറത്തിന് തല ഇങ്ങോട്ട് ആടിയിട്ടുണ്ടാവും, കടല പുറത്ത്. അപ്പൊ ബേക്കിൽ നിന്ന് വേറെ കള്ളൂടെ അങ്ങനെ കൈ കൊട്ടിയാറ്. അപ്പൊ ഈ കൈ കൊട്ടുമ്പോ മറ്റേ കൈ അടിക്കണം പോകുന്ന എന്ന രീതിയിലല്ലാതെ ഖിയാമു റമളാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ച് നിഅമൽ ബിദ്അത്തു ഹാദിഹി എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കെ അത് ബിദ്അത്തല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആയത്ത് ബദിഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് റമളാനിലെ തറാവീഹ് നിസ്കാരം ഖിയാമുൽ ലൈൽ ബിദ്അത്തല്ല. ആകാശഭൂമി സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് ഖിയാമു റമളാൻ ബിദ്അത്തല്ല. എന്നിട്ട് പറയണം അതിന്റെ അർത്ഥം എന്താണ്? ലുഗവിയായ അർത്ഥം മൂപ്പര് വെക്കാണ്. ആകാശഭൂമികൾ മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കിയതാണ്. എന്നാ അതേ വാക്യം നമുക്ക് ഇങ്ങോട്ട് കൊടുക്കുക. നിഅമൽ ബിദ്അത്തു ഹാദിഹി, ലുഗവിയായ അർത്ഥം എന്താണ്? ആയത്തിൽ നിന്ന് ലുഗവിയായ അർത്ഥം മുൻ മാതൃകയില്ലാതെ അള്ളാഹു സൃഷ്ടിച്ചു. അപ്പൊ നിഅമൽ ബിദ്അത്തു ഹാദിഹി, മുൻ മാതൃകയില്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി. അതിനല്ലേ ഈ ബിദ്അത്ത് പറയുന്നത്? ലുഗവിയായിട്ട് നോക്ക്. നീ പറഞ്ഞ ആയത്ത് വെച്ചൊന്ന് പരിശോധിക്ക്. മുൻ മാതൃകയില്ലാതെ നീ പറഞ്ഞ മലയാളത്തിലുള്ള അർത്ഥം വെച്ച് പരിശോധിക്ക്. മുൻ മാതൃകയില്ലാതെ ആകാശഭൂമികൾ അള്ളാഹു ഉണ്ടാക്കി. മുൻ മാതൃകയില്ലാതെ ഖിയാമു റമളാൻ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി. ബിദ്അത്ത് ആകാതിരുന്നക്ക. അതാ പറഞ്ഞേ കള്ളുടെയും കടലെന്ന മാതിരിയാണ്. അതോ ഈ വഴി പ്രഖ്യാപിച്ചിട്ട് പതുക്കെ സുന്നിയാക്കാൻ ആഗ്രഹിച്ചിട്ടാണോ? എന്നാൽ ശ്ലാഘനീയമാണ്. വാശിയാണോ? പൈശാചികമാണ്. അപകടം. 2 പറഞ്ഞത് റമളാന് ബാങ്കിനെ കുറിച്ച് പറഞ്ഞു. ബാങ്കിനെ കുറിച്ച് പറഞ്ഞു. ഏത് ബാങ്ക്? ജുമാക്ക് 2ാം ബാങ്കിനെ കുറിച്ച് പറഞ്ഞു. ഇന്നൽ അദാന യൗമൽ ജുമുഅത്തി കാന അവ്വലുഹു ഹീന യജ്ലിസുൽ ഇമാമു യൗമൽ ജുമുഅത്തി അലൽ മിമ്പർ ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ വഉമർ റളിയല്ലാഹു അൻഹുമാ فلما كان في خلافة عثمان بن عفان وكثروا أمر عثمان يوم الجمعة بالأذان الثالث فثبت الأمر على ذلك. തിരുസുന്നത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബാങ്ക് 2ാം ബാങ്ക് ഉണ്ടാക്കി. ഒരു ആചാരം സമൂഹത്തിൽ പുതുതായി ഉണ്ടാക്കി. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം
ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു വ്യക്തമായി ബിദ്അത്താണ് എന്നുകൂടെ പ്രഖ്യാപിച്ചു. ഈ ബാങ്കിനെ കുറിച്ച് അദ്ദേഹം പറയാൻ, ഇത് സുന്നത്തല്ല എന്ന് പറയാൻ വയ്യ. അപ്പോ മൂപ്പര് വന്നിട്ട് വിശദീകരിച്ചു, അത് ബാങ്കല്ല, അത് നിദാ മാത്രമാണ്. ഇതാ ഒരറിയിപ്പ്, ഒരു വിളി മാത്രമാണ്. അത് പള്ളിയിൽ വെച്ചല്ല, കുന്നിന്റെ മുകളിൽ കയറിയിട്ടായിരുന്നു. മാത്രമല്ല അത് സമയം അറിയിക്കുന്ന ഒരു ഉപകരണം എന്ന രീതിയിലായിരുന്നു. മാത്രമല്ല ബുഖാരിയിലുള്ളത് സാദൻ നിദാ സാലിസ എന്നാണ്. സാദൽ അദാന സാലിസ എന്നല്ല, അദാൻ എന്നല്ലേ ബാങ്കിന് പറയാം, നിദായി എന്നല്ലല്ലോ. സാദൻ നിദാ എന്നാണ്, നിദാ എന്നല്ലല്ലോ ബാങ്കിന് പറയുക. അപ്പൊ നിസ്കാരത്തിന്റെ സമയം അറിയിക്കാൻ വേണ്ടി ഒരു മാർഗം എന്ന നിലയിലാണ് ഇങ്ങനെ ചെയ്തത്. കുന്നിന്റെ